നമുക്കിവിടെ എമർജൻസി ബേസിക്കലി നമ്മൾ എമർജൻസി ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കാറ്. അതായത് എമർജൻസി ആയിട്ടുള്ള അറ്റാക്കുകൾ, എന്താ പറയുക, വീണ് ഒടിവുകൾ ചതവുകൾ സംഭവിക്കുക, അതൊക്കെ വരുന്നത് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു ഡോക്ടേഴ്സ് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡിയോളജിസ്റ്റ്, നമുക്കൊരു ഓർത്തോപീഡിഷ്യൻ ഉണ്ട്, ഒരു ഫിസീഷ്യൻ ഉണ്ട്, ഒരു എന്താ പറയുക ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, നമുക്ക് 24/7 കാർഡിയോളജിസ്റ്റ് ഉണ്ട്, പിന്നെ പൾമണോളജി ഡോക്ടറുണ്ട്. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീമാണ് നമുക്കുള്ളത്. നമുക്ക് അപ്പം എന്താ പറയുക, നമുക്കിവിടെ അതിന് മാത്രം സർജൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. മൈനർ കേസുകളും എമർജൻസി കേസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു റണ്ണിങ് ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ICU ഉണ്ട്. ICU നമുക്ക് എമർജൻസി ആയിട്ടുള്ള അനസ്തെറ്റിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് എമർജൻസി ആയിട്ട് ഹൃദയാഘാതം വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തി CPRകൾ കൊടുത്ത് വെന്റിലേറ്റർ ഫെസിലിറ്റിയോടുകൂടി ഷിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അടക്കം നമുക്കുണ്ട്. ഇപ്പം നമുക്ക് മൊത്തം സീസൺ തുടങ്ങിയ പിന്നെ നമുക്കൊരു 150-170ഓളം കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ 43 കാർഡിയക് അറസ്റ്റുകളായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിലൊരു 12-നും 15-നും ഇടയ്ക്ക് നമുക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-2000 പേര് വരുന്നുണ്ട്. അത് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം ഒരു 10,000-2000 പേര് വരുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം ഇപ്പം ഓൾമോസ്റ്റ് പനി സീസൺ ആയതുകൊണ്ട് പനിയാണ് കുറച്ചുകൂടെ ഇപ്പം ആൾക്കാർ തിങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടും കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മികച്ചൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു വിടാറാണുള്ളത്.